ഇന്ന് നമുക്ക് അയില വാഴയിലയിൽ പൊള്ളിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 3 അയില എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി ഇത് കുറച്ച് മസാല ആക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കത് അയിലയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ലപോലെ അയിലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴാണ് ഇത് മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിത് ഇങ്ങനെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അയില നമുക്കിതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ അയിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ ഇത് വല്ലാതെ ഫ്രൈ ആക്കി എടുക്കേണ്ടതില്ല. ഒരു 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കുക. 1/4 ഭാഗം വേവിക്കുക. ഇപ്പോൾ ഇത് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ മറ്റേ ഭാഗം വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ഇപ്പോൾ ഇത് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് ഞാൻ 2 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് കൂടെ തന്നെ ഒരു 20 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഓയിൽ കുറവ് തോന്നുകയാണെങ്കിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലപോലെ വഴറ്റി ഈ ഒരു പരുവമായാൽ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ല വഴണ്ട് വന്നാൽ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീയൊന്ന് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത് പൊടിച്ച ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി തന്നെ വഴറ്റിയെടുക്കാം. ഒരു 1.5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്തിട്ടില്ലെങ്കിൽ ഇല പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ വാഴയുടെ ഇല വാട്ടിയെടുക്കണം. ഇനി ഇലയിലേക്ക് നമ്മൾ മാറ്റി വെച്ച മസാല അല്ലേ, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ച് കൊടുക്കുക. അത് മീൻ വെച്ചതിന് ശേഷം വീണ്ടും മീൻ പൊതിഞ്ഞെടുക്കുക, കുറച്ച് മസാലയും കൂടി ഇട്ടിട്ട്. എന്നിട്ട് നമുക്ക് വാഴയുടെ ഇല പൊതിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അത് കെട്ടാനായിട്ട് വാഴയുടെ നാരനെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കാം. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. അങ്ങനെ 3 ഇലയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. അത് പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ വാഴയില പൊതിഞ്ഞ അയില ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ സൈഡും ഒരു 7-8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും അതുപോലെ ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കാം.
അപ്പോൾ നന്നായി ഇതൊക്കെ മിക്സായി അടിപൊളിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു 8 മിനിറ്റ് അതിന് ശേഷം എടുത്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ചൂടാറിയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അയില പൊളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എപ്പോഴും കിട്ടുന്ന ഒരു മീനാണല്ലോ അയിലയൊക്കെ. അപ്പോൾ അയിലയൊക്കെ എപ്പോഴും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.